വിശ്വസിച്ച് ഇവരുടെ പ്രോഡക്റ്റ് നമ്മളെന്താ പറയാ, നമ്മൾ തന്നെ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന കാര്യമുണ്ട്. നമ്മളെ ആശാരിമാര് ഇടനിലക്കാരില്ല. അപ്പൊ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ കടകൾക്ക് കൊടുക്കുന്ന റേറ്റിൽ കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും. അതാണ് അതിന്റെ ഒരു. മണി മാരീഡ് ആണോ? അല്ല, നോക്കണം. ഇതെന്തറിയോ, ബിസിനസ് ആകുമ്പോ സംഭവം ഇപ്പൊ 33 ഏജായി. പക്ഷെ ഇതില് നമ്മളിപ്പോ ഇത് 3 വർഷം ഇതിൽ ഇറങ്ങിയിട്ട് അതിനിപ്പോ നമ്മളെന്താ കല്യാണം നോക്കാൻ നിൽക്കുമ്പോ ബിസിനസ് ആർക്കും താല്പര്യമില്ല. ഇപ്പൊ ഒക്കെ എഞ്ചിനീയർ കാര്യം അത് മതി. ബിസിനസ്സുകാരെ വേണ്ടെന്നാണോ ബിസിനസ് പറയുമ്പോ ബിസിനസ് എങ്ങാനും പൊളിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമായാലോ വെച്ചിട്ടായിരിക്കും. നമ്മളിപ്പോ മാട്രിമോണിയിലൊക്കെ കൊടുക്കുമ്പോ ബിസിനസ് ആണോ വേണ്ട, ഒരു ഷോപ്പില് ഞാൻ ആലോചിക്കുന്നത് ഇപ്പൊ വല്ല ഷോറൂമിൽ തന്നെ പണിക്ക് പോയെന്ന് വെച്ചപ്പോ കല്യാണം. അപ്പൊ നമ്മൾ അത് വേണ്ട വെച്ചിട്ടാണ് ഇത് വന്നത്. പക്ഷെ അവർക്കില്ല, പെൺകുട്ടികൾക്കല്ല പ്രശ്നം, അമ്മമാർക്കാണ്. ഏതെങ്കിലും ഒരു കമ്പനിയില് ജോലി മതി. നമ്മളെ ജോലി ഒഴിവാക്കിയിട്ടാണ് നമ്മള് അല്ലെ. അത് വ്യത്യാസമുണ്ട്, അത് അറിയാൻ മേല. മറ്റേതാകുമ്പോ മാസം മഴയാണേലും വെയിലാണേലും കറക്റ്റ് ആ മാസം ശമ്പളം. പിന്നെ വേറൊരു കേസ്, കല്യാണത്തിന്റെ നോക്കാൻ ചെല്ലുമ്പോ അന്ധവിശ്വാസം, ജാതകം. അതുകൊണ്ട് ജാതകം പറഞ്ഞാൽ നമ്മളെ ഇതില് ജാതകം നോക്കാം. നമ്മളെല്ലാം ശരിയായി കഴിഞ്ഞാൽ പണിക്കന്മാര് പറയും അതാണ് ഇതാണ് ഇപ്പൊ ജാതകത്തില് നമുക്ക് വിശ്വാസം ഇല്ലെങ്കിലും നോക്കുന്നവരുടെ എല്ലാവരും. ഞാനിപ്പോ അത് മാട്രിമോണിയിൽ ഏകദേശം എല്ലാവരും അയച്ചപ്പോഴേ 99% 1% ഉള്ള ആളെ ഞാൻ കണ്ടിട്ടില്ല. 99% പേരും ജാതകത്തിൽ വിശ്വസിക്കുന്നവരാണ്. അല്ലാത്തവര് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ ഞാൻ 3 വർഷമായി മാട്രിമോണിയിൽ തുടർച്ചയായിട്ട് എല്ലാവർക്കും സമയമാകുമ്പോ അതൊക്കെ നടക്കും. മണി ഇതൊക്കെ കല്യാണം ഇതെന്നൊക്കെ പറയണത് നമ്മുടെ ഒരു യോഗമാണ്. ഒരു സമയത്ത് അതങ്ങ് വരും. അപ്പൊ എന്തായാലും ഇത് ഇപ്പൊ നമ്മുടെ മൈൽ സ്റ്റോണിലൂടെ മണി പറഞ്ഞിരിക്കുകയാണ്. കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, മണിയുടെ നാളെന്താ? അത്തം. നിലമ്പൂരാണ്, നായരാണ്. ഓക്കെ, ഇതിൽ കൂടുതൽ എന്ത് വേണം? മൈൽ സ്റ്റോണിലൂടെ ഇപ്പൊ വരും മിക്കവാറും ആലോചനകൾ. നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് എന്ന് പറയുന്ന സംഭവം ഇപ്പൊ ഏറ്റവും കൂടുതൽ നിലമ്പൂർ ഫർണിച്ചർ എന്നുള്ള പേര് മാറ്റി കിടിലൻ മണിയുടെ ഫർണിച്ചർ ഷോപ്പ് എന്നുള്ള പേരിലേക്ക് അറിയപ്പെട്ടോണ്ടിരിക്കുന്ന, നല്ല സക്സസ്ഫുൾ ആയിക്കൊണ്ടിരിക്കുന്ന, ഓൾറെഡി സക്സസ്ഫുൾ ആയ നമ്മള് ഈ ഇതിൽ വരുമ്പോ നമ്മള് കുറെ ഷോപ്പുകളിൽ നിന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒബ്സർവ് ചെയ്ത് ശരിക്കും ബിസിനസ് MBA ഒക്കെ ചെയ്യുന്നിട്ട് ഞാൻ എന്റെ ചാനലിൽ തന്നെ പറയാനുണ്ട്, ഡയറക്റ്റ് വന്ന് ചെയ്യുമ്പോ ബിസിനസ് വിജയിക്കണം എന്നില്ല. നമ്മളൊരു 12 വർഷം സ്റ്റഡി ചെയ്തിരിക്കണം. സ്റ്റഡി ചെയ്തിട്ട് നമ്മൾ സൈഡായി പഠിച്ചിട്ടാണ് BSc മാത്സ് സൈഡായിട്ട് അതെടുത്ത് വർക്കിന് മെയിൻ കൊടുത്ത് പഠിത്തത്തിന് സൈഡായിട്ട് കൊടുത്തു. അപ്പൊ പഠിച്ചെടുത്തിട്ടാണ് നമ്മളിത് ചെയ്യുമ്പോൾ ഫുള്ള് അത് ഞാൻ കൊറോണ സമയത്താണ് ഈ ഷോറൂം ചെയ്തിട്ട് വിജയിപ്പിച്ചത്. അത് വലിയൊരു കാര്യം തന്നെ. അപ്പൊ ഇവിടെ ഫുൾ ഇവര് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന ഫുൾ ഡൈനിങ് ടേബിൾ ആണ്. എല്ലാം ഓരോരോ ഡിസൈനിലുള്ള ഡൈനിങ് ടേബിൾ ആണ് ഇവിടെ കാണുന്നത്. ഇതിന്റെ മേളിൽ നമ്മളിപ്പോ വാങ്ങുന്ന നേരത്ത് നിങ്ങള് മോഡൽ ഗ്ലാസ് ഇട്ട് തരും. ഇതിന്റെ